ഹലോ, വെൽക്കം കേട്ടോ. ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഗുരുവായൂർ യാത്രയാണ് കേട്ടോ. ഗുരുവായൂർ പോകണമെന്ന് തോന്നിയിട്ട് കുറേ ദിവസങ്ങളായെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഒരു വിങ്ങല് തോന്നി തുടങ്ങിയിട്ട് കുറേ നാളായെങ്കിലും ഇന്ന് പോകാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതെന്തായാലും ഗുരുവായൂരപ്പൻ തന്നെ സാധിച്ചു തന്നതാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കൊല്ലത്തുനിന്ന് രാവിലെ 7 മണിക്കുള്ള ട്രെയിനിൽ തൃശ്ശൂർ ഉച്ചയായപ്പോൾ എത്തി. ഉച്ചയെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 11 മണിയാവാറായപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമുക്ക് ചെയർ സീറ്റ് ആയിരുന്നു. ചെയർ സീറ്റ് എന്നല്ലേ ഇതിന് പറയുന്നത്? എന്തായാലും കിടക്കുന്ന സീറ്റാണ്. എല്ലാ തവണയും ഒരു കൂട്ടമായിട്ടാണ് പോകുന്നതെങ്കിൽ ഇത്തവണ ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇന്നാവശ്യത്തെ യാത്രയിൽ ഗുരുവായൂർ ദർശനം മാത്രമല്ല, ഒരു എൻഗേജ്മെന്റിന് പങ്കെടുക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. അങ്ങനെ തൃശ്ശൂരെത്തി. അവിടുന്ന് പിന്നെ ഗുരുവായൂർക്ക് ഒരു 11:30 ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അവിടുന്ന് തന്നെ കയറി ഗുരുവായൂർ എത്തി. ഇത്തവണത്തെ യാത്രയൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളോടൊപ്പം എറണാകുളത്ത് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ആയി യാത്ര. ഇത്തവണത്തെ യാത്രയിൽ തൃശ്ശൂരും എറണാകുളവും ഒക്കെ കവർ ചെയ്ത് സമാധാനപരമായിട്ടാണ് തിരിച്ചെത്തുന്നത്. അത് നേരത്തെ ആലോചിച്ചത് കൊണ്ടാണ് ഞാൻ ആൾക്കാരെ ഒന്നും കൂട്ടാതെ പോയതും. കുറച്ചു നേരം അവിടെ ഇരിക്കണം, ശീവേലിയൊക്കെ തൊഴുവണം, ഇങ്ങനെയൊക്കെ വിചാരിച്ചു പോന്നത് കൊണ്ട് തിരിച്ചു കയറുന്ന ട്രെയിനിനെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല. ബുക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴും ഒക്കെ അങ്ങ് തിരിച്ചെത്താം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. എപ്പോഴൊക്കെ അവസരം കിട്ടിയാലും ഞാൻ എപ്പോഴെല്ലാം ഗുരുവായൂർ പോകുമെന്ന് പറയുന്നതിൽ സത്യം ഉണ്ടാവത്തില്ല. കാര്യം എനിക്ക് അങ്ങനെ തോന്നാറില്ല. ആരെങ്കിലുമൊക്കെ വിളിക്കുന്നു എന്ന് കരുതിയൊന്നും പോകാൻ പറ്റത്തില്ല. അല്ലാതെ നമുക്ക് തന്നെ ഉള്ളിൽ അങ്ങനെ തോന്നും, പോവാൻ സമയമാകുമ്പോൾ ഇങ്ങനെ തോന്നും. അങ്ങനെ അങ്ങ് പോകും. അങ്ങനെ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോയും പിടിച്ച് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വൈശാഖ മാസം ആയതുകൊണ്ടും പിന്നെ ഒരു വർക്കിംഗ് ഡേ അല്ലാത്തത് കൊണ്ടും പിന്നെ വെക്കേഷൻ ആയതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റൂംസ് ഒന്നും അവൈലബിൾ ആയിരിക്കത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേവസ്വത്തിന്റെ റൂമാണ് ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അവർ പറഞ്ഞേക്കുന്നത് 4 മണിക്കേ നമുക്ക് കയറാൻ പറ്റത്തോളൂ. ഞങ്ങൾ എന്നാൽ അവിടേക്ക് ഒന്ന് കറങ്ങാന്ന് കരുതി നോക്കി. എൻ്റെ മനസ്സിൽ ഇത്തവണ അന്നദാനം കഴിക്കണമെന്ന് കൂടി ഉണ്ടായിരുന്നു. വേനൽക്കാലം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇപ്പൊ 2 സ്ഥലങ്ങളിൽ ഈ മോരും വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു രീതിയിലും വരുന്നവരെ ക്ഷീണിപ്പിക്കാൻ ഗുരുവായൂരപ്പ സമ്മതിക്കില്ല എന്ന് തോന്നുന്നു. എല്ലാ തവണയും വെപ്രാളം പിടിച്ച് വന്നിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഇത്തവണ കുറച്ച് മനസ്സിൽ കുറെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് സമാധാനമായിട്ടിരിക്കണം, സമാധാനപരമായി ഇവിടെ എല്ലാം നടന്ന് കാണണം, ശീവേലിയൊക്കെ കറക്റ്റായിട്ട് കാണണം, ഇതെല്ലാം വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. എത്രത്തോളം നടക്കുമെന്ന് ഒരു മനസ്സിലൊട്ടും ചിന്തയില്ല. മുൻപൊക്കെ പല പല അനുഭവങ്ങൾ തന്നെ കളിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ആശങ്ക ഉള്ളത്. എൻ്റെ ഉള്ളിൽ തോന്നിപ്പിക്കുമ്പോഴാണ് ഞാനിവിടെ വരുന്നതെന്ന് പറയത്തില്ലേ, എന്താണെന്നറിയത്തില്ല. ഈ കൃഷ്ണൻ ഈ തിരക്കുള്ള സമയങ്ങളിൽ മാത്രം എന്നെ ഈ തോന്നിപ്പിക്കുന്ന എന്തിനാന്ന്. ഈ തിരക്കൊഴിഞ്ഞ ഒരു സമയം അവിടെ ഉണ്ടാവോ അതറിയത്തില്ല. ഉണ്ടെങ്കിൽ ആ ഒരു സമയം തോന്നിപ്പിച്ചിരുന്നെങ്കിൽ നല്ല വൃത്തിയായിട്ടൊന്ന് പരിചയപ്പെടായിരുന്നു. അങ്ങനെ കുറെ നേരം അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നടന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് തൊഴുവാനായിട്ട് വൈകുന്നേരത്തെ ഇറങ്ങി. ദേവസ്വത്തിന്റെ ഈ റെസ്റ്റ് റൂമിൽ സത്യം പറഞ്ഞാൽ 2 ബെഡുള്ള ഈ റൂമിന് 500 റുപ്പീസേ ഉള്ളൂ. വളരെ സേഫായിട്ട് നമുക്ക് ഒറ്റയ്ക്കൊക്കെ വരുന്നവർക്ക് സേഫായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഇടവുമാണ്. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇവിടെ റൂം എപ്പോഴും അവൈലബിൾ ആയിരിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ ഒരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ നേരത്തെയൊക്കെ ബുക്ക് ചെയ്തിടേണ്ടി വരും. അവിടുത്തെ ക്യൂവിന്റെ ദൈർഘ്യം കണ്ടുകൊണ്ട് തന്നെ കുചേലൻ പണ്ട് കൃഷ്ണനെ അവിൽ കൊണ്ടുപോകുമ്പോൾ ഒരു പരുവായിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അത്രയും പരുവാക്കണ്ടെന്ന് കരുതി ഞങ്ങൾ വാങ്ങിച്ചത് ഇവിടെ തന്നെ അങ്ങ് വെച്ചു. സത്യം പറഞ്ഞാൽ ഇത്രയും ക്യൂവിൽ നിന്നും തിരക്കും കൂട്ടി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു മിന്നായം പോലെ മാത്രമോ കാണാൻ പറ്റുന്നത്. ഒരു മാല കൊണ്ടുപോയാലോ എന്ത് കൊണ്ടുപോയാലോ അവിടെ നിന്ന് ശരിക്ക് അർപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ ഈ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് സമാധാനപരമായിട്ട് പറയാനുള്ളത് അങ്ങ് പറയുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാമൊക്കെ കണ്ട് കഴിഞ്ഞ് ഒരു 10:45. ഇന്ന് അമ്പലം അടച്ചപ്പോൾ 10:45. അത് കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളല്ല, ഞാൻ മാത്രം. ഇവർ 2 പേരെ ഞാൻ നേരത്തെ റൂമിലോട്ട് പറഞ്ഞു വിട്ട് ഞാൻ ശിവേലിയൊക്കെ കണ്ട് അമ്പലമൊക്കെ നടയൊക്കെ അടച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. 11 മണിക്ക് റൂമിൽ തിരിച്ചെത്തിയിട്ട് വീണ്ടും നിർമ്മാല്യം തൊഴുവാൻ പോകണമെന്നുള്ളത് കൊണ്ട് ഉറങ്ങിയില്ല. പിന്നെ കുളിച്ച് വീണ്ടും ഫ്രഷ് ആയിട്ട് നിർമ്മാല്യം തൊഴുവാനായിട്ട് ഇറങ്ങിയതാണ്. ഈ രാവിലെ ഈ വാച്ച് കാണിക്കുന്നത് ഞാൻ സമയം കാണിച്ച് തരുവാണ് 2 മണി എന്നുള്ളത്. എന്തായാലും 3 മണിക്ക് നട തുറന്നപ്പോഴേ നിർമ്മാല്യ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ 3:10 തന്നെ തൊഴുതിറങ്ങി എന്നുള്ളതാണ്. പിന്നെ ഇതെങ്ങോട്ടായി ഓടുന്നതെന്ന് വെച്ചാൽ അന്നദാനം കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആവാം ഇത് കഴിക്കാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് 1:30 മണി തൊട്ട് 5 മണി വരെ ആ ക്യൂവിൽ കിടന്നുറങ്ങിയതാ നിങ്ങളിപ്പോ കാണുന്നത്. കാരണം രാവിലത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്യുന്നത് 5 മണി തൊട്ടാണ്. 5 മണി തൊട്ട് ഒരു 7:30 8 മണി വരെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇന്നലെ ഉച്ചയ്ക്കും രാത്രിയും കഴിക്കാൻ ഞങ്ങൾ ശ്രമിച്ചതാ, പക്ഷേ ഭയങ്കര ക്യൂ ആയിരുന്നു, അത് നടന്നില്ല. ഇന്ന് രാവിലെ എന്തായാലും ആഗ്രഹം സാധിക്കാൻ പോവുകയാണ്. ഇത്രയും വർഷം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇവിടുന്ന് അന്നദാനം കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ട് വന്നതുകൊണ്ടായിരിക്കണം ഗുരുവായൂരപ്പൻ അതും സാധിച്ചു തന്നു. സമയം വെളുപ്പിന് 5 മണിയാണ്. എൻ്റെ ഓർമ്മയിൽ ഈ സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ ഉറങ്ങാത്തത് കൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടായിട്ടും തോന്നിയില്ല.
ഞാൻ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റിലെ ഉപ്പുമാവായിരുന്നു കേട്ടോ. പിന്നെ ചുക്ക് കാപ്പിയും സൂപ്പർ ആയിരുന്നു ഇത് രണ്ടും. ഇഡ്ഡലിയും സാമ്പാറും പിന്നെ നമ്മൾ സാധാരണ അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ടേസ്റ്റ് തന്നെ ആയിരുന്നു. ഉപ്പുമാവിന്റെ രുചി ഇതുവരെ വായിന്ന് പോയിട്ടില്ല. അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇത് കേൾക്കുന്ന ഒരു അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇത് കഴിക്കാനൊന്ന് ശ്രമിച്ചു നോക്കണം. എങ്കിലേ ഞാൻ പറയുന്നത് എത്രത്തോളം ആ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഞങ്ങൾ വീണ്ടും റൂമിൽ പോയി കുറച്ചു നേരമൊക്കെ കിടന്നുറങ്ങിയതിന് ശേഷം വീണ്ടും ഫ്രഷ് ആയിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് തിരിച്ചെത്തി. കാര്യം ഇവിടുന്ന് ഞങ്ങള് ഗുരുവായൂരപ്പനോട് ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാനുള്ള സമയമായി. കാര്യം ഇന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷന് പങ്കെടുക്കേണ്ടത് തൃശ്ശൂര്. ഞങ്ങൾ അങ്ങോട്ട് ഈ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു സ്റ്റോർ ഇവിടെ ഉണ്ട്. അതായത് ചന്ദനത്തിന്റെയും കുങ്കുമത്തിന്റെയും ഒക്കെ ഊതല്ല അത്തറ് അത് വിൽക്കുന്ന ഒരു ഷോപ്പ് ഇവിടെ ഇതിന്റെ ഒരു സൈഡിൽ നമുക്ക് ഉണ്ട്. അവിടെ കയറി അതൊന്ന് രണ്ടെണ്ണം വാങ്ങിക്കണം. നല്ല മണമുണ്ട് കേട്ടോ. ചന്ദനത്തിന്റെ കളഭത്തിന്റെ ഇതിന്റെയൊക്കെ മണവാ കിട്ടുന്നത്. ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു സ്റ്റോർ ആണെങ്കിലും ഞങ്ങൾ മെയിനായിട്ട് പോയത് ഇത് രണ്ടും വാങ്ങിക്കാനായിരുന്നു. കാര്യം ഇത് രണ്ടും എൻ്റെ ഫ്രണ്ട് എന്നെ പറഞ്ഞു തന്നൊരു സാധനമാണ്. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു വന്ന് ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിനി യാത്ര പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി.